ചുരുങ്ങിയ മുതൽ മുടക്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാം എന്ന് പറയുന്ന ഒരുപാട് പരസ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചുരുങ്ങിയ മുതൽ മുടക്കിൽ നല്ല ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ AM സേവാ കേന്ദ്രയെക്കുറിച്ചിട്ട് അറിയുന്നതും മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതും നിങ്ങൾക്ക് നല്ലതായിരിക്കും. AM സേവാ കേന്ദ്രയെക്കുറിച്ചിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഹായ് ലുബിന് ഭായ്, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും കാണുന്ന പരസ്യം ചുരുങ്ങിയ മുതൽ മുടക്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാം. ഈ ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിയാത്തവരായിരിക്കും ഇതുമായിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നതും ആഗ്രഹിക്കുന്നതൊക്കെ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് സൈഡായിട്ട് നമുക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ കുടുംബങ്ങൾക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ഒക്കെ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് എന്താണെന്ന് അറിയാതെ ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് ഈ ജനസേവാ കേന്ദ്രങ്ങൾ പോലുള്ള ബിസിനസ്സുകൾ. AM സേവാ കേന്ദ്രയുടെ ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിയാത്ത എനിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്കും എന്താണ് ബിസിനസ് തുടങ്ങാൻ മുന്നിട്ടിറങ്ങുന്നവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്, അതല്ലെങ്കിൽ വളരെ മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്നത് എന്താണ്? ഒരു ജനസേവന കേന്ദ്രം എന്ന് പറഞ്ഞ സംഭവം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 190% ഫേക്കാണ്, പക്ക ഫേക്ക്. ഇപ്പം നിങ്ങൾ അധികം ആൾക്കാരും ഈ വില കുറഞ്ഞ, അതായത് എമൗണ്ട് കുറവാണെന്ന് പറഞ്ഞിട്ടുള്ള ധാരണയിലാണ് പോവുക. 2500-ന് 1700-ന് 10,000-ന് 15,000-നൊക്കെ ഫ്രാഞ്ചൈസി കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ ഇതിലൊക്കെ ചീറ്റിങ്ങിൽ പെടുന്നത്. നമുക്ക് ഈ ജനസേവന കേന്ദ്രത്തിൽ അവർ പറയുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, ഗവൺമെൻറ് അപ്രൂവലാണോ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു ആധാർ കാർഡിൻ്റെ സർവീസ് അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ സർവീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരാൾ പറയുന്ന സമയത്ത് അത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഇപ്പോൾ ജലാൽ ഭായ് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാൻ പോവാണ്. അപ്പോൾ ജലാൽ ഭായിനോട് ഒരു ഫ്രാഞ്ചൈസി പറയാണ്, നമ്മൾ ആധാർ കാർഡിൻ്റെ സർവീസ് നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ സർവീസ് നിങ്ങൾക്ക് തരും എന്ന് പറയുമ്പോൾ ജലാൽ ഭായിക്ക് ഇങ്ങനൊരു സംഭവം ഇവിടെ കിട്ടുമെന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷന് നിലവിലുണ്ട്. ഇതാരും ചെയ്യുന്നില്ല. ഇവർ ഇപ്പോൾ മറ്റുള്ളവർ പറയുന്ന ഒരു 5,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി തരാം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? മറ്റുള്ള പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നിട്ട് ഒരു ചെക്കിങ്ങും ചെയ്യാണ്ട് നേരെ പോയിട്ട് പൈസ കൊടുക്കുക ചെയ്യുക. പിന്നീടാണ് ഇത് അറിയുന്നത് ഇത് ചതിക്കപ്പെട്ടു. പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. 100-ൽ 90% ആൾക്കാരും അതിൻ്റെ പിന്നാലെ കംപ്ലൈൻ്റ് ആയിട്ട് പോകില്ല. അതാണ് അവരുടെ ധൈര്യം. ഇനി അതല്ല, കംപ്ലൈൻ്റ് ആയിട്ട് പോകുന്ന ആൾക്കാർ അതിൻ്റെ പിന്നാലെ നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പൊക്കോളൂ. നിങ്ങളിതിൻ്റെ പിന്നാലെ പോകില്ല എന്നുള്ള 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ചീറ്റിംഗ് ഒക്കെ വരുന്നത്. ഈ ചീറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദി, വേറെ ആരുമല്ല. അവർ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുന്നില്ല. ഒരു ആധാർ കാർഡ് കേരളത്തിൽ കിട്ടണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ആധാർ കാർഡിൻ്റെ സർവീസ് കിട്ടണം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് UIDൻ്റെ സൈറ്റിൽ ചെക്ക് ചെയ്താൽ മതി. ഒരു +2 പാസ്സാവാത്ത ഒരാൾക്ക് എക്സാം എഴുതാൻ കഴിയില്ല, UIDൻ്റെ സൂപ്പർവൈസർ എക്സാം എഴുതാൻ കഴിയില്ല. 10ാം ക്ലാസ് പോലും പാസ്സാവാത്തവർക്ക് ഇവിടെ ആധാർ കാർഡിൻ്റെ സർവീസ് കൊടുക്കുന്നു പറഞ്ഞ ഫ്രാഞ്ചൈസികളുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് കേരളത്തിലില്ല. ഓൺലൈൻ സർവീസിൽ കൊടുക്കാൻ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സംഭവം കേരളത്തിൽ അക്ഷയക്ക് പോലും ഇപ്പോൾ ഇല്ല. പിന്നെ എങ്ങനെ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നു? അതും വിശ്വസിച്ചിട്ട് പോവുക ചെയ്യുക. UTIൻ്റെ പാൻ കാർഡ് ഇപ്പോൾ ID ഇല്ല, പുതുതായിട്ട് ID കൊടുക്കുന്നില്ല. ഇവർ പറഞ്ഞു UTIൻ്റെ പാൻ കാർഡിൻ്റെ ID നമ്മൾ തരും, കൊടുക്കുന്നു. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അവരെന്ത് പറയുന്നു അത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് കേന്ദ്ര ഗവൺമെൻറ് അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിലുണ്ട്. CSE എന്ന് പറയുന്ന സംഭവമേ കേന്ദ്ര ഗവൺമെൻറ് അപ്രൂവൽ എന്ന് പറഞ്ഞിട്ട് മുന്നിലുണ്ട്. അത് ചെക്ക് ചെയ്യാൻ പോലും ആരും തയ്യാറാവുന്നില്ല. ഇവർ പോവുക, നിങ്ങൾക്ക് എക്സാം എഴുതണ്ടെന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അപ്രൂവൽ കിട്ടണമെങ്കിൽ നിങ്ങൾ എക്സാം എഴുതണം. നമ്മൾ എക്സാമിനെ ഭയപ്പെട്ടിട്ട് എക്സാം ഒന്നും എഴുതാണ്ട് നേരെ പോവുക, ക്യാഷ് കൊടുക്കുക. അവർ നമ്മളോട് എന്താ പറയുന്നത്, അതിന് എക്സാമിൻ്റെ ഒന്നും ആവശ്യമില്ല, CSE അപ്രൂവൽ ചെയ്യുന്നത് നമ്മളാന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ച് അതിലേക്ക് കുടുങ്ങി പോകുന്നത് നിങ്ങളെ ഫോൾട്ടാണ്, വേറെ ആരെ ഫോൾട്ടല്ല. അവർ നിങ്ങളെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറ്റിക്കാൻ നിന്ന് കൊടുത്തതിൻ്റെ പേരിലാണ് നിങ്ങൾ പറ്റിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കുക. നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് എല്ലാ ഓപ്ഷൻസും ഇപ്പം നിങ്ങളൊരു വിരൽത്തുമ്പിലുണ്ട്. ഒരു കമ്പ്യൂട്ടറിൽ ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന
ആൻസേഴ്സ് ഒക്കെ ഉള്ളൂ. അതുപോലും നമ്മൾ ആരും ചെയ്യുന്നില്ല.